നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ നിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, നീ വലിയവനും നല്ലവനും സർവശക്തനുമായ ദൈവം. കർത്താവേ, ഇന്ന് നിൻ്റെ കരം അധികമായി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ ശക്തി അധികമായി വെളിപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ നാവോടുകൂടി സംസാരിക്കണം. ഇന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുമ്പോൾ ഈ കോസ്പലി TV-യിൽ നോക്കുന്ന എല്ലാ ജനങ്ങളും അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അധികമായി വെളിപ്പെടണം. ആശീർവദിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നോക്കുവിൻ എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഈ നാളുകളിൽ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരിക, ഞാൻ നിങ്ങളെ ആശ്വാസം പകരും. നോക്കണമേ, ഇന്ന് അധ്വാനം കൊണ്ടും ഭാരം മാത്രം ചുമന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ജനങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. നമുക്ക് കർത്താവ് വിളിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകരും എന്ന് പറഞ്ഞ ദൈവം യേശു. ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന ഏതെല്ലാം വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിലൊക്കെയും അധ്വാനം കൊണ്ടും അധ്വാനിച്ചും അവർക്ക് ഭാരം മാത്രം ചുമന്നുകൊണ്ടിരിക്കുന്ന അനേകം പേർ നിന്നും നമ്മൾ കാണുവാൻ കഴിയും. അനേകം പേരുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഭാരമായ പ്രശ്നങ്ങൾ, കണ്ണീരുകൾ, ദുഃഖങ്ങൾ, അവരുടെ ജീവിതത്തിൽ ആരോടും സംസാരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യേശു വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുടെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല യേശു നമുക്കുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, നാം നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കടഭാരത്താൽ ഭാരപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നഷ്ടമായി ഉണ്ടായി അതിൽ ഭാരപ്പെടുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഭാരപ്പെടുന്നതുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത മാർഗങ്ങളിൽ തടസ്സപ്പെടുമ്പോൾ ഭാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അധ്വാനിച്ചിട്ടും അധ്വാനം കൊണ്ട് നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകാൻ കഴിയാതെ വേദനപ്പെടുന്നവരുണ്ട്, പലിശക്കടങ്ങളിലിരിക്കുന്നവരുണ്ട്, അവർ ഭാരപ്പെടുന്നവരുണ്ടാകാം. എന്നാൽ ഏത് ഭാരത്തിലാണ് ആ യേശു വിളിച്ചത്? യേശുവിനൊരു ഭാരമുണ്ട്. തൻ്റെ ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർ ഒരിക്കലും തലകുനിഞ്ഞ് നീപ്പാൻ അനുവദിക്കാതെ കാക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് നിന്നോട് കർത്താവ് സംസാരിക്കുന്നത്, നീ ചിലപ്പോൾ കടഭാരത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിലെ ജീവിതം കണ്ട് മടുത്ത് നീ ഭാരത്താൽ വലഞ്ഞിരിക്കാം. എന്നാൽ യേശു പറയുന്നു, നിൻ്റെ ഭാരത്തെ എൻ്റെ മേൽ ഇറക്കി വയ്ക്കുക, യേശു ചുമന്നുകൊള്ളാം, നിനക്കൊരു ആശ്വാസം പകരാം, നിൻ്റെ ഭാരങ്ങളെ ഞാൻ ചുമക്കാം, നിനക്കൊരു ആശ്വാസം പകരാം എന്ന് കർത്താവ് വിളിക്കുമ്പോൾ, നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, അവനിൽ ആശ്രയിക്കുന്ന അവൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തികളും ഒരു കുടുംബത്തെയും നഷ്ടമായിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ കർത്താവ് തരുവാൻ പോകുന്നു. നാഹൂം പുസ്തകം 1:7 വായിക്കുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുന്നവർ, കർത്താവ് നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നതിനെ ദൈവൻ അറിയുന്നു. നിന്നെ അറിയുന്ന ദൈവമുണ്ട്. യേശുവിൽ ആശ്രയിക്കുന്നവൻ, ആ ആശ്രയിക്കുന്ന വ്യക്തിയെ ആരായിരുന്നാലും യേശു അറിയുന്നു. യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തി ഒരിക്കലും തകർന്നു പോയിട്ടില്ല. യേശു ഒരിക്കലും അവനെ കൈവിട്ടില്ല. തങ്ങൾ ആശ്രയിക്കുന്നവനെ, യേശുവിൽ ആശ്രയം വച്ചിരിക്കുന്നവനെ യേശു അറിയുന്നു. നിൻ്റെ കഷ്ട ദിവസത്ത്, നിൻ്റെ വേദന വരുന്ന ദിവസത്ത്, നിൻ്റെ വേദന വരുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളിൽ, അവിടെയൊക്കെയും യേശു നിന്നെ അറിയുകയാണ്. യേശു അറിയുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, നമ്മുടെ കുടുംബത്തിലൊരു വലിയൊരു മാറ്റം നമുക്ക് തരാൻ പോകുന്നു. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഈ നാൾ നിനക്കുള്ള നാളാണ്. ഇന്ന് ഈ ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെ നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ വലിയ കരം നിന്നെ തൊടുകയാണ്. ഇതിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒരു വലിയൊരു കഷ്ടത്തിലകപ്പെട്ടിരുന്നു. കഷ്ടം എൻ്റെ ജീവിതത്തിൽ കടഭാരം വന്നു. ഈ കടഭാരം വരുമ്പോൾ
കടഭാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ 5, 1, 2 പേരാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. എന്നാൽ പലരും നമ്മുടെ ജീവിതത്തിൽ കടക്കാർ കടന്നു വരുമ്പോൾ നമ്മൾ അവരെ കണ്ട് ഭയപ്പെടുന്ന ഒരു നിഴൽ പോലെ ഈ കടഭാരം നമ്മളെ നിഴൽ പോലെ നമ്മൾ പിന്തുടരും. ഭയപ്പാടുകൾ, ഭാരം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. അങ്ങനെ ഒരിക്കൽ ഭാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു വലിയൊരു ഭയം എന്നെ നേർക്കൊണ്ടു. ഞാൻ ആരുടെ മുമ്പിലും മുഖം നോക്കി നിന്ന് സംസാരിക്കാൻ കഴിയാതെ തലകുനിയപ്പെട്ടു. എന്നാൽ ഒരിക്കൽ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഒരു ദിവസം രാത്രിയിൽ ദൈവസാന്നിധ്യത്തിലിരുന്ന് ഞാൻ കരയുവാനിടയുണ്ടായി. കർത്താവേ, ഞാൻ മനുഷ്യനെ കണ്ട് ഭയപ്പെടുന്നു, മനുഷ്യനെ കണ്ട് ഭയപ്പെടുന്ന രീതിയിലായിരിക്കുന്നു. എനിക്കൊരു വിടുതൽ നീ തരണം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എനിക്ക് തരണം എന്ന് യേശുവിൻ്റെ മുമ്പിൽ ഞാൻ ഹല്ലേലൂയ കരഞ്ഞു യേശുവിനോട് സംസാരിക്കുന്ന സമയത്ത് അന്ന് എനിക്കുള്ളിൽ ഒരു ധൈര്യവും എനിക്കുണ്ടായി. ഹല്ലേലൂയ. അന്ന് ഈ വചനം ഹല്ലേലൂയ ഈ മത്തായി പുസ്തകം 1:28 ആ വചനത്തിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ്റെ സകല ചിന്താകുലങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ശബ്ദം കേൾക്കുവാനും ആ ശബ്ദം കേട്ട ആ നാളി മുതൽ, ആ സമയം മുതൽ എൻ്റെ മനസ്സിലുള്ള ഭയപ്പാടുകൾ, എൻ്റെ ഉള്ളത്തിലുള്ള വേദനകൾ എല്ലാം മാറിപ്പോയെങ്കിൽ ഇന്നു നിങ്ങൾ യേശുവിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളെ ഓരോരുത്തരെയും തൊടാൻ പോവുകയാണ്. തൊടുന്നത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം യേശു തരുവാൻ ശക്തനുമാണ്. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, മാതാപിതാക്കളെ, നിങ്ങൾ ചിലപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ രോഗത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുക, ചിലപ്പോൾ എൻ്റെ ബിസിനസ്സിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി, കടഭാരത്തിനകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായി, എനിക്കിരുന്നതെല്ലാം സകലതും സമ്പത്തുകൾ നഷ്ടപ്പെട്ടേ പോയി എന്ന് നിങ്ങളിരിക്കാം. നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കടന്നു വരിക. യേശുവിൻ്റെ അടുത്ത് ദാഹത്തോട് കടന്നു വരുന്ന എല്ലാവരെയും അവൻ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാഹൂം പുസ്തകം 1:7 വായിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും. കഷ്ടം വരുന്ന മനുഷ്യനെല്ലാം ശരണം യേശുവിൻ്റെ അടുക്കൽ ശരണം പ്രാപിക്കുന്ന ഒരു മനുഷ്യനും ലജ്ജിച്ചു പോയിട്ടില്ല. കഷ്ടദിവസത്തിൽ ശരണവും. അവനിൽ ആശ്രയിക്കുന്നവൻ, ഹല്ലേലൂയ, ആശ്രയിക്കുന്ന വ്യക്തിയെ വേറെ ഒരുത്തരിൽ ആശ്രയമില്ല. നമുക്ക് ആശ്രയം യേശുവിൽ മാത്രമേ ഉള്ളൂ. യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ നിശ്ചയമായി യേശു അറിയുന്നത് മാത്രമല്ല, ആ സമയത്ത് ഹല്ലേലൂയ നിങ്ങൾക്കൊരു മാറ്റം യേശു തരുന്നുണ്ട്. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, നമ്മൾ നോക്കാൻ നമുക്കൊരു കഷ്ടം വരുമ്പോൾ, നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ, വേദനകൾ വരാറുണ്ട്. വരുന്ന സമയങ്ങളിലെല്ലാം അനേകം പേർ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ, അപ്പമല്ലാത്തതിന് തൻ്റെ പണത്തെ ചെലവഴിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിച്ചിരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾക്ക് കരകയറാൻ കഴിയും? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? ഹല്ലേലൂയ, നമ്മുടെ മാർഗങ്ങൾ, സ്വീകരിക്കുന്ന മാർഗങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ പറയുന്നു, യെശയ്യാ പുസ്തകം ഹല്ലേലൂയ 55:1 വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദാഹമായിരിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ. ആരാണ് ദാഹത്തോടിരിക്കുന്ന ദൈവവൈതലെ, നീ കർത്താവിനെ കുറിച്ച് യേശുവിൻ്റെ അടുക്കൽ നീ ദാഹമായിരിക്കുന്നു എങ്കിൽ യേശു നിന്നെ ഹല്ലേലൂയ ദാഹിക്കുന്നവനെ അറിയുന്ന ദൈവമാണ്. യേശുവിനാണ് ദാഹത്തോട് വരുന്ന ഒരു വ്യക്തിയെ യേശു അറിയുന്നു. ഹല്ലേലൂയ, പണമില്ലാത്തവരെ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരാം. വന്ന് പാലും ഹല്ലേലൂയ നല്ല ദ്രാക്ഷരസവും ഭക്ഷിച്ചു കൊള്ളുക. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന വ്യക്തിക്ക് ഹല്ലേലൂയ ഒരു സമാധാനമുണ്ടാകും. അവൻ്റെ ജീവിതം, ദുഃഖത്തിൽ വരുന്ന ജീവിതം, മാറാവ് പോലെ കശപ്പേറിയ ജീവിതം, ദുഃഖത്തിലിരിക്കുന്ന ജീവിതം, അതിനെ മധുരമാക്കി മാറ്റുന്ന യേശു ഹല്ലേലൂയ ദാഹിക്കുന്നവനെ അടുക്കൽ വരുന്നവന് എല്ലാം നൽകുന്ന ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, നിനക്കായി ദൈവൻ ഒരുക്കിയിട്ടുള്ളത് നീ കണ്ണ് കണ്ടിട്ടില്ല, നിൻ്റെ ചെവി കേട്ടിട്ടില്ല, നിൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കാരണം നിനക്ക് വേണ്ടി കർത്താവ് താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വലിയ സർപ്രൈസായ ചില കാര്യങ്ങൾ ദൈവം നിനക്കായി വെച്ചിട്ടുണ്ട്. ഈ വച്ചിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. തൻ്റെ മക്കൾക്ക് അത് തരുന്നതുമാണ്. തൻ്റെ മക്കൾ ആശ്രയം വച്ചിരിക്കുന്നവൻ ഒരിക്കലും ആശ്രയം വെച്ചിരിക്കുന്നവനെ ദൈവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. അതിൽ പറയുന്നു, എന്നിൽ ആശ്രയം വച്ചിരിക്കുന്നവനെ ഞാൻ അറിയുന്നു. ആശ്രയം വച്ചിരിക്കുന്ന ദൈവവേദലെ,
നീ യേശുവിലാണ് ആശ്രയം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ അറിയും. നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം, നിൻ്റെ കുടുംബത്തിലൊരു വലിയൊരു മാറ്റം യേശു തരാൻ പോവുകയാണ്. ഇന്ന് തന്നെ അത് നൽകും, ഇപ്പോൾ തന്നെ നൽകും. ദൈവത്തിന് അത് തരുവാൻ ദൈവത്തിൻ്റെ പക്കൽ എല്ലാമുണ്ട്. കാരണം വാനത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു എന്ന നാമം. യേശുവിൻ്റെ പക്കൽ നമ്മൾ കാണുന്ന, ലോകത്തിൽ കാണുന്ന സർവ്വവും യേശുവിൻ്റെ അടുത്തുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. ആ സമയങ്ങളിൽ നമ്മൾ യേശുവിനെ വിട്ട് ഓടിപ്പോകാതെ, യേശുവിനെ വിട്ട് സമൂഹം വിട്ട് ഓടിപ്പോകാതെ നാം യേശുവിൻ്റെ പക്കൽ, യേശുവിൻ്റെ അടുക്കൽ ഇരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, അവൻ പറയുന്നു, അപ്പമല്ലാത്തതിന് പണത്തെയും. അപ്പമല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പമല്ലാത്തതിന് നമ്മളെ പണം ചെലവഴിക്കുന്നു. എത്രയോ പണം ചെലവഴിക്കുന്നു, കടക്കാരനായി പോകുന്നു. എങ്ങനെയെങ്കിലും നമ്മുടെ പ്രശ്നം തീരണം, നമ്മുടെ രോഗം തീരണം, നമ്മൾ കഷ്ടത മാറണം, നമ്മൾ കടഭാരം മാറണം. ഇതിനായി നമ്മൾ അപ്പമല്ലാത്തതിന് നമ്മളെ പണത്തെ ചെലവഴിച്ചു വരികയാണ്. ഈ ചെലവഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് അപ്പമല്ലാത്തതിനാണ് നാം ചെലവഴിക്കുന്നത്. അത് വാങ്ങിക്കൊണ്ടുവന്നും പ്രതിഫലമില്ലാതെ പോകുന്നു. അത് നമുക്ക് ഉപദ്രവകാരിയായി തീരുകയാണ്. പണം മുടക്കി വാങ്ങിക്കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ഉപദ്രവമായി തീരുന്നു. ഹല്ലേലൂയ. അത് മാത്രമോ, തൃപ്തി ചെയ്യുന്നില്ല, തൃപ്തിയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ സമയത്തെ അധികമായി വേസ്റ്റാക്കി കളയുന്നു. തൃപ്തി ചെയ്യുന്നില്ല, തൃപ്തിയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിൻ്റെ സമയത്തെ നീ വേസ്റ്റാക്കി കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമയത്തെ വേസ്റ്റാക്കി എത്രത്തോളം നമ്മൾ വേസ്റ്റാക്കിയിരുന്നോ നമുക്ക് വിലപ്പെടുന്ന സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് അകന്നു പോകുന്നു. തൃപ്തി ചെയ്യുന്നില്ല. ഇത് തൃപ്തിയില്ലാത്ത കാര്യത്തിന് വേണ്ടി എൻ്റെ സമയത്തെ നാം വേസ്റ്റാക്കുന്നു. വേസ്റ്റാക്കെ ഞാൻ യേശുവിൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകുന്നു. നിന്നെ അകന്നു പോകാനല്ല യേശു നിന്നെ വിളിച്ചിരിക്കുന്നത്. അകൽച്ചയ്ക്ക് വേണ്ടിയല്ല യേശു നിന്നെ ക്ഷണിച്ചിരിക്കുന്നത്. നിന്നെ വിളിച്ച യേശു നിന്നെ അകൽച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല. വിളിച്ചവൻ സത്യമുള്ളവനാണ്. നിന്നെ വിളിച്ചാൽ വിളി കേട്ട് നീ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നതിന് നിശ്ചയമായി നിനക്കൊരു ആശ്വാസം നൽകും. ആശ്വാസം ചിലപ്പോൾ ലോകത്തിലുള്ളവർ നിനക്കൊരു ആശ്വാസം തരാം. അത് അല്പസമയം മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ അടുക്കൽ നിനക്ക് കിട്ടുന്ന ആശ്വാസം അത് അധികമാണ്. അവൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമോ ഒരു ചെറിയ സമാധാനമോ. എന്നാൽ ഈ സമാധാനത്തിന്, യേശു തരുന്ന സമാധാനത്തിന് ഒരു അതിരോ അളവോ ഇല്ല. അതിരും അളവും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹ സ്വരൂപനായ യേശു ഇന്നും നമ്മുടെ മധ്യയിലുണ്ട്. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തെ തൊടുകയാ കർത്താവ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇരിക്കുന്ന അലലിയ ഭാരം, നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന വേദനകൾ, ഇതൊക്കെ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഇറക്കി വയ്ക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം യേശു ചെയ്യുവാൻ പോകുന്നു. യേശു പറഞ്ഞു, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി ചെയ്യാത്തതിന് കാര്യങ്ങൾക്ക് നിൻ്റെ സമയത്തെയും വേസ്റ്റാക്കുന്നത് എന്തിന്? എന്നാൽ എനിക്ക് നീ ഗൗനമായി ചെവി കൊടുത്ത് നല്ലതേ ഭക്ഷിക്കുക. യേശുവിന് ഗൗനമായി ചെവി കൊടുക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലിനെ യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളെ, അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിൽ നിലനിൽക്കണം, അധിക ബലം കായ്ക്കണം, അവനെ നിലനിർത്തണം. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശു ആഗ്രഹിക്കുന്നത് പോലെ, യേശു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു തരുവാൻ, സമൃദ്ധിയായി തരുവാൻ അവൻ ശക്തനാണ്. യേശു പറഞ്ഞു, അല്ലെങ്കിൽ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി ഇല്ലാത്ത കാര്യത്തിന് നിൻ്റെ സമയത്തെയും വേസ്റ്റാക്കുന്നത് എന്തിന്? ആ സമയത്ത് യേശുവിൻ്റെ അടുക്കലിരുന്ന് ആ യേശുവിൻ്റെ വചനത്തെ നീ ശ്രദ്ധിക്കുന്നു എങ്കിൽ ആ വചനം നിൻ്റെ ആത്മാവിനുണ്ടാകുന്ന തകർച്ചകളെ മാറ്റുന്നു. നിൻ്റെ ആത്മാവിനുണ്ടാകുന്ന കേടുകളെ മാറ്റുന്നു. നിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന അമ്പരപ്പുകളെ മാറ്റുന്നു. നിൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന വേദനകളെ മാറ്റിത്തരുന്നു. കാരണം നീ ഗവനിച്ച് യേശുവിന് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അവനത് ചെയ്യുന്നു. കൂനി
ഈ കൂനിയെ നമ്മൾ നോക്കുമ്പോൾ കൂനി യേശുവിൻ്റെ വചനം ശ്രദ്ധിച്ചവളാണ്. യേശുവിൻ്റെ വചനം ശ്രദ്ധിച്ചപ്പോൾ യേശുവും അവളെ ശ്രദ്ധിച്ചു. യേശുവിൻ്റെ വചനത്തെ ആർ ശ്രദ്ധിച്ചിരുന്നാലും യേശു അവരെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. അതാണ് എനിക്ക് ഗവനമായി നിങ്ങൾ ചെവി കൊടുത്ത, ഗവനമായി ചെവി കൊടുക്കുന്ന വ്യക്തിക്ക് ഹല്ലേലൂയ കൊഴുപ്പായ പദാർത്ഥത്തിനാൽ നമ്മുടെ ഹൃദയം, ആത്മാവ് സന്തോഷിക്കും. ഒരു മகிழ்ச்சி ഉണ്ടാകും, ഒരു വലിയ അനുഗ്രഹമുണ്ടാകും. നമ്മുടെ മനസ്സ് നല്ല ഫ്രീ ആകും. നമ്മുടെ മനസ്സിനകത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന വേദനകൾ, കെട്ടിക്കിടക്കുന്ന വേദനകൾ, കെട്ടിക്കിടക്കുന്ന കഷ്ടപ്പാടുകൾ, ഇതൊക്കെയും നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ മനസ്സ് ഫ്രീ ആകും, നമ്മുടെ സന്തോഷവാനായിത്തീരും. ഏതു മനുഷ്യനെയും, അല്ലെങ്കിൽ നരഭോജിയായ മനുഷ്യനെയും മൃദുലമായി മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഇന്നും യേശുവിൻ്റെ അടുക്കൽ നീ കടന്നു വരുവാൻ തയ്യാറായാൽ, യേശുവിൻ്റെ വചനത്തെ കേൾക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ യേശു നിനക്കായി ചിലത് കരുതിയിട്ടുണ്ട്. 1 പത്രോസിൻ്റെ 5:7 വായിക്കുമ്പോൾ, നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ കയ്യിൽ വെച്ചുകൊള്ളുക. നിങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവം, കരുതലുള്ള ദൈവം. മനുഷ്യൻ കരുതുന്നതിനേക്കാൾ, ഭൂമിയിൽ മറ്റുള്ളവർ കരുതുന്നതിനേക്കാൾ, ആരൊക്കെ ഭൂമിയിൽ നിങ്ങൾക്കായി കരുതുന്നുവോ അതിനേക്കാൾ എത്രയേറെയായി യേശു നിങ്ങൾക്കായി കരുതുന്നു. അറിയാമോ? യേശു നിങ്ങൾക്കായി കരുതുന്ന ദൈവം കരുതലോടിരിക്കുന്ന ദൈവമാണ്. അപ്പനമ്മ കരുതുന്നതിനേക്കാളും, നമ്മളെ സ്വന്തം ബന്ധം കരുതുന്നതിനേക്കാളും യേശു നമ്മളെ കരുതുന്നതാണ്. കരുതുന്ന ദൈവത്തിന് നിൻ്റെ മേൽ എപ്പോഴും ശ്രദ്ധ ഉണ്ട്. ശ്രദ്ധിക്കുന്നവനാണ്, ശ്രദ്ധാലുവാ. നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ വെച്ച് കൊള്ളുക. നേരത്തെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരിക, ഞാൻ നിങ്ങൾ ആശ്വാസം നൽകും. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. കരുതലുള്ള ദൈവമാണ്. കരുതുകയാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും എൻ്റെ മേൽ വെച്ച് കൊള്ളുക. അവിടെ അധ്വാനിച്ച് ഭാരം ചുമക്കുന്നവരെല്ലാവരും നിങ്ങളുടെ സകല പ്രശ്നങ്ങളും അവൻ്റെ മേൽ വെച്ച് കൊള്ളുക. അവൻ നിങ്ങൾക്കായി, ഹല്ലേലൂയ, നിങ്ങൾക്കൊരാശ്വാസം നൽകുന്നു. എത്രയോ പേർ ഭൂമിയിൽ, എത്രയോ പേർ യേശുവിനെ സ്വീകരിച്ച, യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എത്രയോ പേർ ഇന്ന് ആശ്വാസം പകരുന്നവരുണ്ട്. ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകാം, ലോകത്തിൽ ജീവിച്ച് ഇനി എന്തിന് ജീവിക്കണം എന്ന് കരുതിയവർ ഇന്ന് അനേകം പേർ, അല്ലെങ്കിൽ യേശു മതി, യേശുവാണ് ജീവിതത്തിൽ നമുക്ക് എല്ലാം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ ഇന്നും യേശുവിനെ വിശ്വസിക്കുക. യേശുവിനെ വിശ്വസിച്ച ഒരു മനുഷ്യനും ലജ്ജിച്ചു പോയിട്ടില്ല. ലജ്ജിച്ചു പോകാൻ യേശു അനുവദിച്ചിട്ടില്ല. കാരണം യേശുവിൻ്റെ അലലിയ സ്വന്തം രക്ഷകനായി, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ട് നീ യേശുവിൻ്റെ ശരീരയിൽ പോയി, യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് നീ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി യേശുവിൽ ആശ്രയിക്കുന്ന നിനക്ക് യേശു അറിയാതിരിക്കുകയില്ല. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരണം. നീ അറിയാത്തതും നിന്നെക്കൊണ്ട് എത്താത്തതുമായ വലിയ കാര്യങ്ങളെ ഞാൻ കാണിച്ചു തരും. നീ വിളിച്ചപേക്ഷിക്കാത്തത് കൊണ്ട് നിനക്ക് എത്തപ്പെടാത്ത വലിയ കാര്യങ്ങൾ നിനക്കായി കർത്താവ് വച്ചിരിക്കുന്നുണ്ട്. അത് നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു. നീ വിളിച്ചപേക്ഷിച്ച് നോക്ക്, അപ്പോൾ യേശു നിന്നിൽ പ്രസാദിക്കും. അതാ പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും നിന്നെക്കൊണ്ട് എത്താത്തതുമായ വലിയ കാര്യങ്ങളെ ഞാൻ കാണിച്ചു തരും. ഹല്ലേലൂയ. അതാ നിന്നെക്കൊണ്ട് എത്താത്ത സ്ഥലത്ത് ദൈവം കൊണ്ട് നിർത്തണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ, അടഞ്ഞിരിക്കുന്ന വഴികൾ തുറക്കണം. നന്മയായ വഴികൾ തുറക്കണം. ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകണം. നിൻ്റെ കുടുംബത്തിലൊരു വലിയ മാറ്റമുണ്ടാകണം. അതാ ദൈവൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ മനസ്സ് മാറുമ്പോൾ, നിൻ്റെ മനസ്സ് കെട്ടപ്പെട്ടിരിക്കുന്ന മനസ്സ്, നിൻ്റെ മനസ്സ് വചനം കേൾക്കാതെ, നിൻ്റെ ഹൃദയം അടയ്ക്കപ്പെട്ടിരിക്കുന്ന കെട്ടപ്പെട്ട മനസ്സ്, ആ കെട്ടഴിഞ്ഞ് നിൻ്റെ ആത്മാവ് സന്തോഷമുണ്ടാകണം. അത് യേശുവിൻ്റെ വചനത്തിലേ ഉള്ളൂ.
യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾ ഹല്ലേലൂയ എൻ്റെ വചനത്തെ കേൾക്കുന്നു, എനിക്ക് എൻ്റെ വാക്കിന് നിങ്ങൾ ചെവി തരുന്നു എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഒരു വലിയ സന്തോഷമായി തീരും. നിങ്ങളുടെ ഹൃദയം ഒരു വലിയ സന്തോഷമായി തീരും. നിങ്ങൾക്കുള്ള എല്ലാ സകല നന്മകളിലും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകും. ദൈവം ഇന്ന് നിങ്ങളോട് കൂടെ ഇരിക്കുക. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ഈ ഗോസ്പൽ ടി വിയിലൂടെ നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ഹൃദയത്തിൽ ആ യേശുവിനെ വേണം, ആ യേശുവിൽ എനിക്ക് ആശ്രയിക്കണമെന്ന് നിനക്ക് പൂർണ്ണമായി നിൻ്റെ മനസ്സ് തോന്നുന്നു എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും കൂടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് സംസാരിച്ച് ഈ വചനങ്ങൾ മുഖാന്തരം ദൈവത്തിൻ്റെ വലിയ കൃപ തൻ്റെ മക്കളുടെ മധ്യയിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ ജീവിതങ്ങളിൽ, ഇവരുടെ കുടുംബങ്ങളിൽ കർത്താവെ നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾ ഉണ്ട്, പഠിക്കുന്ന മക്കൾക്ക് പഠിത്തത്തിനേക്കുള്ള സാമ്പത്തില്ലാതെ വേദനിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരം അവിടെ തൊടണമേ. ബിസിനസ്സിൽ തകർച്ചയായിരിക്കുന്നവരുണ്ട്, അവരുടെ ജീവിതങ്ങളിലും കർത്താവ് ഇന്ന് തൊടണം. കർത്താവ് രോഗികളായിരിക്കുന്നവരുണ്ട്, രോഗം മുഖാന്തരം പിടിക്കപ്പെട്ട് മനസ്സ് തളർന്നു കിടക്കുന്നവരുണ്ട്. എൻ്റെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം ഇന്ന് തന്നെ അവരെ തൊട്ട് അവരുടെ രോഗത്തിൽ നിന്ന് ഒരു സൗഖ്യം നൽകണം. പൈശാചിക പിടിക്കുള്ളിൽ കിടക്കുന്നവരുണ്ട്. കർത്താവെ, നീ പറഞ്ഞല്ലോ, നിന്നിൽ ആശ്രയിക്കുന്നവൻ ഒരിടത്തും ലജ്ജിച്ചു പോകാതെ ദൈവൻ അറിയുന്ന ദൈവമെന്ന് പറഞ്ഞല്ലോ. പൈശാചിക പിടിക്കുള്ളിൽ കിടക്കുന്ന മക്കളെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരുടെയും കുടുംബങ്ങളിലും എല്ലാവരുടെ ജീവിതങ്ങളിലും ഒരു വലിയ നന്മ ഉണ്ടാകണം, വലിയൊരു മാറ്റം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം തൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.